ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ബ്രൈഡ്സിനായാലും പാർട്ടി മേക്കപ്പ് ചെയ്യാനായാലും എല്ലാവർക്കും നല്ലൊരു ഗ്ലാസ് ഫിനിഷ്, ഒരു ഗ്ലോസി ലുക്ക് തരുന്ന ഒരു മേക്കപ്പാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കിൻ പ്രെപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ക്വെഞ്ചിൻ്റെ ഒരു സ്നെയിൽ കൊളാജൻ ബൂസ്റ്റ് സിറമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ജെൽ ബേസ്ഡ് ആണ്. അതിനുശേഷം ഞാൻ ഐ മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ മില ബ്യൂട്ടിയുടെ ഒരു കൺസിലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഐ ഷാഡോ കുറച്ച് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി കൺസിലർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ സ്പോഞ്ചും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മാസിൻ്റെ ഐസ് ക്യാൻ കിൽ എന്നുള്ള പാലറ്റാണ്. അതിൽ കുറേ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ആദ്യം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ താഴെ തൊട്ട് മേളിലേക്ക് റൗണ്ടായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി ഒരു ഡാർക്കർ പിങ്കിലേക്ക് തൊട്ടിട്ട് പിന്നെ ഞാൻ ബോട്ടം ടു ടോപ്പ് ഞാൻ ക്രീസിലേക്ക് ഞാൻ ഇങ്ങനെ പതുക്കെ ഞാൻ റൗണ്ടിൽ ഞാൻ റൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി തേർഡ് ട്രാൻസിഷൻ ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാനത് ഔട്ടർ കോർണറും ക്രീസിലാണ് കൊടുക്കുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലറ്റാണ്. ഇതിൽ ഓൾമോസ്റ്റ് 63 ഷെയ്ഡ്സ് ഉണ്ട്, ഷിമേഴ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു ഷിമർ എടുത്തിട്ട് ഞാൻ നമ്മുടെ ഒരു ഇന്നർ കോർണർ ടു ഒരു സെൻറ്റർ വരെയാണ് ഞാൻ ഷിമർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് എടുത്ത സെയിം ഷെയ്ഡും കൊണ്ട് ഞാൻ അടിയിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഓറഞ്ച് കറക്റ്റർ, നമ്മുടെ ഫേസിൽ ഇപ്പോൾ ആക്നെ മാർക്സോ അങ്ങനെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു ഒരു കൺസീലറും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐസിലിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു ചെറിയൊരു സ്പോഞ്ചും കൊണ്ടിട്ട് ഞാനത് ഒന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചിന്നിലും ബാക്കിയുള്ള സ്ഥലത്തൊന്നും എന്താ പറയുക ലൈറ്റ് കൺസീലർ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ഫേസിൽ എല്ലാവർക്കും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരു കറക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനതൊരു ഫൗണ്ടേഷനും പ്ലസ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഗ്ലോ ബേസ് പ്രൈമറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഗ്ലാസ് ലുക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോസി ഫിനിഷിന് വേണ്ടിയിട്ട് ഞാനൊരു ഫൗണ്ടേഷനും ഒരു കുറച്ചൊരു എന്താ പറയുക ഇലുമിനേറ്റഡ് പ്രൈമും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ബ്രഷാണ് കുറച്ചും കൂടി അപ്ലൈ ചെയ്യാൻ ഈസി. അപ്പോൾ ഞാൻ എന്താ പറയുക ഫേസിൽ മൊത്തം ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഐബ്രോ ബോൺസിൻ്റെ അവിടെയും എൻ്റെ നോസിൻ്റെ അവിടെയും ഞാൻ ചെറിയൊരു കൺസീലർ ഇട്ടിട്ട് ഞാൻ സ്പോഞ്ച് വെച്ചുകൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ഫിനിഷ് വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ആ ഒരു ഇലുമിനേറ്റഡ് പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റാണ്. ഞാൻ 4-5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ഒരു പേക്കോലിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സെൻറ്റർ ടു ഔട്ടറിൽ ഞാൻ കുറച്ചൊരു ബ്ലാക്ക് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക. നമ്മുടെ ഓൾറെഡി നാച്ചുറലായിട്ടുള്ള ആ ഷേപ്പ് തന്നെ ഞാൻ എപ്പോഴും ഫില്ല് ചെയ്യുക. ഞാൻ മറ്റേ ബോക്സ് വരച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് ഇട്ടിട്ട് നടുക്കത്ത് ആ ഒരു സ്ഥലം കൂടി ജസ്റ്റ് ഇങ്ങനെ ആ ബ്രിസിൽസ് വെച്ച് ഫില്ല് ചെയ്യും. ഇത് നൈക്കയുടെ ഒരു കാജലാണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേറ്റർ ആട്ടോ. ഇതിപ്പോൾ ഇതിലെ ബ്രഷിൽ ബ്രിസിൽസ് അല്ല, ഒരു സിലിക്കോൺ പേസ്റ്റഡ് ടിപ്പാണ്. അപ്പോൾ നമുക്ക് വിങ്ഡ് ലൈൻസൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കുറച്ച് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കാജലാണ്. ഇത് നൈക്കയുടെ പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ വിങ് ലൈൻസൊക്കെ വരയ്ക്കാൻ ഇത് യൂസ് ചെയ്യാറ്. ഇത് LITൻ്റെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ലോവർ ലാഷ് ലൈനും കൂടി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മസ്കാര, ഇത് മാസിൻ്റെ ഒരു നല്ലൊരു മസ്കാരയാണ്. ഇതിൻ്റെ വോണ്ടിൽ എപ്പോഴും കുറച്ച് എന്താ പറയുക പ്രൊഡക്റ്റ് എക്സസ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷേ നന്നായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് യൂസ് ചെയ്യാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു മസ്കാരയും കൂടിയാണ്. നല്ലൊരു എന്താ പറയുക ലാഷസിനൊരു ലിഫ്റ്റ് തരും. ഇത് മേബിലിൻ്റെ ഞാനൊരു എടുത്തേക്കുന്നത് ഒരു ബ്രൗണിഷ് ഓറഞ്ച് റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് പിങ്ക് ഇടാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ടേക്കുന്നത്. അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ലാമലിൻ്റെ ഒരു BB ബ്ലഷും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനെപ്പോഴും ചീക്ക് ബോൺസിൻ്റെ അവിടെയും പിന്നെ അതേപോലെ തന്നെ നോസിൻ്റെ ടിപ്പിലും ചിന്നിൻ്റെ അവിടെയൊക്കെ ഞാൻ കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യും. എനിക്ക് ഈ ഒരു ഷെയ്ഡ് നല്ല ഷെയ്ഡായി. ലാമലിൻ്റെ ഈ ഒരു ബ്ലഷിൻ്റെ ഷെയ്ഡ് വളരെ നല്ല ഭയങ്കര നാച്ചുറാലിറ്റി തരുന്നൊരു ലുക്കാണ്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് ലുക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളിതിൽ എന്താ പറയുക കോണ്ടോറിങ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ അത്ര ഒരു ആവശ്യം തോന്നിയില്ല. ഞാൻ ഒരു
നമുക്ക് നെക്സ്റ്റ് ഒരു ലുക്കിൽ നമുക്ക് വേണമെങ്കിൽ കോൺടറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എൻ്റെ നൈക്കയുടെ ഒരു കാജലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഇതൊട്ടും മിസ് ചെയ്യാൻ പാടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടും ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ നല്ല ബ്രാൻഡ്സും ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം ഒരു അത്യാവശ്യം ഒരു ഗ്ലോ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് തന്നെ മനസ്സിലാവും, എൻ്റെ ചീക്സൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. സോ ഞാനൊരു ചെറിയൊരു നെറ്റിച്ചുട്ടി കൊണ്ട് വെച്ചിട്ട് ഈ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്ര നന്നായിട്ട് ടേൺ ഔട്ട് ആവുമെന്ന് വിചാരിച്ചില്ല. സോ ഇത് അത്യാവശ്യം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ്. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും അഫോർഡബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും കൊടുക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.